കോക്രോച്ചിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വിവിധതരം ടിഷ്യൂസ്, ആ ടിഷ്യൂസിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് കോക്രോച്ചിനെ കുറിച്ച് പഠിക്കുന്നത്. അതൊരു ടിപ്പിക്കൽ സ്റ്റഡിയാണ്. നമ്മൾ ഈ പറഞ്ഞ ടിഷ്യൂസും ഓർഗാൻ സിസ്റ്റംസും ഒക്കെ എങ്ങനെയാണ് ഒരു ജീവിയുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് കോക്രോച്ച് പഠിക്കുന്നത്. നമുക്കറിയാം, യഥാർത്ഥത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ 2 എക്സാമ്പിൾ കൂടി ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് കോക്രോച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അതിൽ തന്നെ ഇപ്പോൾ നമുക്ക് സിലബസിൽ വീണ്ടും ഫോക്കസ് പോയിന്റ് വന്നപ്പോൾ കുറച്ചും കൂടി കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം കോക്രോച്ചിൻ്റെ മോർഫോളജിയിൽ ജനറലായിട്ടുള്ള ചില കാര്യങ്ങളിൽ മൗത്ത് പാർട്സ് ആണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ്? അപ്പോൾ അവിടെ നമുക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ട് താഴെ. ആ ചിത്രത്തിൽ കാണുന്ന പാർട്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. കാരണം നമുക്ക് പ്രാക്ടിക്കലിന് ശരിക്കും വരയ്ക്കാനുള്ളൊരു ചിത്രമാണിത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം നമുക്ക് ചിലപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ചോദിക്കാം. പാർട്സൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റണം. അപ്പോൾ അത് ആണ് പ്രധാനമായിട്ട് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത്. ആ മൗത്ത് പാർട്സിൻ്റെ പേര്, കോക്രോച്ചിന് 5 തരത്തിലുള്ള മൗത്ത് പാർട്സ് ആണുള്ളത്. ആ 5 മൗത്ത് പാർട്സിൻ്റെയും പേര് നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ ഈ കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ് എന്ന് പറയുന്നത് എല്ലാ ഇൻസെക്ട്സിൻ്റെയും മൗത്ത് പാർട്സിന് ഒരു അഡാപ്റ്റേഷൻ ഉണ്ടാവും. അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളതിന് ഓരോ പേരുകൾ പറയുന്നത്. ഇവിടെ കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആൻറ്റീരിയർ എൻഡ് ഓഫ് ഹെഡ് ബിയേഴ്സ് അപ്പൻഡേജസ് ഫോമിങ് ബൈറ്റിംഗ് ആൻഡ് ചുവിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ്. കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സിന് നമ്മൾ ബൈറ്റിംഗ് ആൻഡ് ചുവിങ് ടൈപ്പ് എന്നാണ് പറയുക. ബൈറ്റിംഗ് ആൻഡ് ചുവിങ് ടൈപ്പ്, അതായത് ബൈറ്റിംഗ് അറിയാലോ, നമുക്ക് കടിക്കുന്നു, ചവയ്ക്കുക, ഇത് രണ്ടും കൂടി കഴിയുന്ന മൗത്ത് പാർട്സ് ആണ് കോക്രോച്ചിനുള്ളത്. എല്ലാ ജീവികളുടെയും മൗത്ത് പാർട്സ് ഇതേപോലെയല്ല. ഇപ്പോൾ നമ്മൾ മൊസ്കിറ്റോ ഒക്കെ പറയുകയാണെങ്കിൽ സക്കിങ് ആൻഡ് പിയേഴ്സിങ് ആണ്, കാരണം അത് രക്തം വലിച്ചു കുടിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് സക്കിങ് പിയേഴ്സിങ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഇവിടെ കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സിൻ്റെ ടൈപ്പാണ് ബൈറ്റിംഗ് ആൻഡ് ചുവിങ് ടൈപ്പ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ടേം നിങ്ങൾ ഓർക്കുക. ബൈറ്റിംഗ് ആൻഡ് ചുവിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് ആണ് കോക്രോച്ചിൻ്റെ. അതാണ് കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സിനെ കുറിച്ച് ഒന്നാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്നത്, ബൈറ്റിംഗ് ആൻഡ് ചുവിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ്. അപ്പോൾ കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ് എന്ന് പറയുന്നത് ബൈറ്റിംഗ് ആൻഡ് ചുവിങ് ടൈപ്പാണ്. ഇനി ഏതൊക്കെയാണ് മൗത്ത് പാർട്സ് നോക്കാം. ദ മൗത്ത് പാർട്സ് കൺസിസ്റ്റിംഗ് ഓഫ് എ ലേബ്രം. ആ ചിത്രത്തിൽ നമുക്ക് കാണാം ലേബ്രം. ലേബ്രം എന്ന് പറഞ്ഞാൽ അപ്പർ ലിപ്പാണ്. അതിൻ്റെ മേൽ ചുണ്ടിനെയാണ് നമ്മൾ ലേബ്രം എന്ന് പറയുന്നത്. പിന്നെ എ പെയർ ഓഫ് മാൻഡിബിൾസ്, 2 സൈഡിലുമായി നമുക്ക് 2 മാൻഡിബിൾസ് കാണാം. എ പെയർ ഓഫ് മാൻഡിബിൾസ്. പിന്നെ എ പെയർ ഓഫ് മാക്സിലെ. മാക്സിലെ എന്ന് പറയുന്നത് അതിന് താഴെ കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ മാക്സിലെ എന്ന് പറയുന്നത്. 2 സ്ഥലത്തുമായി നമുക്ക് 2 മാക്സിലെ കാണാം. അപ്പോൾ ഏറ്റവും മുകളിലായി ലേബ്രം അല്ലെങ്കിൽ അപ്പർ ലിപ്പ് കാണുന്നു. 2 വശങ്ങളിലും ആയിട്ട് 2 മാൻഡിബിൾസ് ഉണ്ട്. പിന്നെ ഇരുവശങ്ങളിലുമായി താഴെ കാണുന്ന 2 ഭാഗങ്ങളാണ് മാക്സിലെ. എ പെയർ ഓഫ് മാക്സിലെ. മാക്സിലെ എന്ന് പറയുന്നതും 2 ഉണ്ട്. പിന്നെ ഒന്ന് ലേബിയമാണ്, താഴത്തെ ലോവർ ലിപ്പാണ് ലേബിയം എന്ന് പറയുന്നത്. അപ്പോൾ അപ്പർ ലിപ്പ് ലേബ്രവും ലോവർ ലിപ്പ് ലേബിയവുമാണ്. ഇപ്പോൾ കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണിവ. ലേബ്രം അല്ലെങ്കിൽ അപ്പർ ലിപ്പ്, പിന്നെ 2 മാൻഡിബിൾസ്, എ പെയർ ഓഫ് മാൻഡിബിൾസ്, എ പെയർ ഓഫ് മാക്സിലെ, പിന്നെ ലോവർ ലിപ്പ് അല്ലെങ്കിൽ ലേബിയം. ഇത്രയും ഭാഗങ്ങൾ കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സിൽ വരും. അതിൽ നോക്കുക, മാൻഡിബിൾ ആണ് എന്താണ് ഗ്രൈൻഡിങ് റീജിയൻ, ഇൻസൈസിങ് റീജിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കോക്രോച്ച് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വസ്തുവിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറഞ്ഞു ബൈറ്റിംഗ് ആൻഡ് ചുവിങ് ടൈപ്പ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് സഹായിക്കുന്ന ഭാഗങ്ങളാണ് ഗ്രൈൻഡിങ്, ഇൻസൈസിങ് എന്നൊക്കെ പറയുന്നത്. അതായത് ഒരു വസ്തു ഇപ്പം ഒരു ഫുഡ് മെറ്റീരിയലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഗ്രൈൻഡ് ചെയ്യാനും അതിൽ തുളയുണ്ടാക്കാനും അതിനെ തിന്നാൻ അതിന് സഹായിക്കുന്നതാണ് ഈ മാൻഡിബിൾ എന്ന് പറയുന്നത്. മാൻഡിബിൾ എന്ന് പറഞ്ഞാൽ വളരെ കട്ടിയുള്ളതാണ്. കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സിൽ നമുക്ക് കുറച്ച് കടുപ്പമുള്ളൊരു ഭാഗമാണ് ഈ മാൻഡിബിളിൻ്റെ അഗ്രഭാഗം, മുള്ളു പോലെ കാണുന്നത്, താഴെ അറ്റത്ത് കാണുന്നത് ശരിക്കും കടുപ്പമുള്ള ഭാഗമാണ്. അത് ഉപയോഗിച്ചാണ് ശരിക്കും ഗ്രൈൻഡ് ചെയ്യുകയും ഇൻസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ മൗത്ത് പാർട്സിൻ്റെ ഫസ്റ്റ് പാർട്സ്. പിന്നെ അത് കൂടാതെ നടുക്കായിട്ട് കാണുന്ന ഫ്ലെക്സിബിൾ പാർട്ടിനെയാണ് നമ്മൾ ഹൈപ്പോഫാരിങ്സ് എന്ന് പറയുന്നത്. അത് ടങ് ഓഫ് കോക്രോച്ച് ആണ്. അവിടെ നോട്ടിൽ തന്നെ നമുക്ക് നോക്കി അറിയാം. അതിൻ്റെ പാർട്സിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അതായത് മൗത്ത് പാർട്സിൻ്റെ
എ മീഡിയം ഫ്ലെക്സിബിൾ ലോബ് ആക്ടിങ് എസ് ടങ് ഹൈപ്പോഫാരിങ്സ് ലൈസ് വിത്തിൻ ദി ക്യാവിറ്റി ഓഫ് മൗത്ത് പാർട്സ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പേര് പഠിക്കുമ്പോൾ 5 എണ്ണത്തിൻ്റെ പേര് പഠിച്ചാൽ മതി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ് എന്ന്. അപ്പോൾ മൗത്ത് പാർട്സ് എന്ന് പറയുന്നത് ഒന്ന് ലേബ്രം അല്ലെങ്കിൽ അപ്പർ ലിപ്പ്, എ പെയർ ഓഫ് മാൻഡിബിൾസ്, എ പെയർ ഓഫ് മാക്സില, ലേബിയം അല്ലെങ്കിൽ ലോവർ ലിപ്പ്, പിന്നെ ഹൈപ്പോഫാരിങ്സ് അല്ലെങ്കിൽ ടങ്. ഇത്രയും ഭാഗങ്ങളാണ് കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ് എന്ന് പറയുന്നത്. മൊത്തം 5 പാർട്ടുകളാണ് അല്ലേ? 5 പാർട്ടുകളാണ് കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ് ആയിട്ട് വരുന്നത്. ലേബ്രം, എ പെയർ ഓഫ് മാക്സില, ലേബ്രം പറഞ്ഞേ ഉള്ളൂ, എ ലേബ്രം, എ പെയർ ഓഫ് മാൻഡിബിൾസ്, എ പെയർ ഓഫ് മാക്സിലെ, എ ലേബിയം, ലേബിയം പറഞ്ഞേ ഉള്ളൂ, പിന്നെ ഹൈപ്പോഫാരിങ്സ് ഓർ ടങ്. അങ്ങനെ മൊത്തം 5 മൗത്ത് പാർട്സ് ആണ് കോക്രോച്ച്. അപ്പോൾ കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, മൗത്ത് പാർട്സ് ബൈറ്റിംഗ് ആൻഡ് ചൂവിങ് ടൈപ്പ് ആണ്. മൗത്ത് പാർട്സ് കോക്രോച്ച് ബൈറ്റിംഗ് ആൻഡ് ചൂവിങ് ടൈപ്പ്. പിന്നെ ദ മൗത്ത് പാർട്സ് ആർ ലേബ്രം ഓർ അപ്പർ ലിപ്പ്, എ പെയർ ഓഫ് മാൻഡിബിൾസ്, എ പെയർ ഓഫ് മാക്സിലെ, എ ലേബിയം ആൻഡ് ഹൈപ്പോഫാരിങ്സ്. അപ്പോൾ ആ ചിത്രത്തിൽ നമ്മൾ ചിത്രം തന്നിട്ട് ലേബൽ ചെയ്യാനോ വല്ലതും ചോദിച്ചാലും നമുക്ക് അതറിയണം. അതുകൊണ്ട് അങ്ങനെയും കൂടി നമ്മൾ പഠിച്ചു വെക്കണം ആ പാർട്സിൻ്റെ പേര്. അപ്പോൾ കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സിൻ്റെ പേര് ഒന്നുകൂടെ പറയാം. ലേബ്രം, എ പെയർ ഓഫ് മാൻഡിബിൾസ്, എ പെയർ ഓഫ് മാക്സിലെ, ലേബിയം ആൻഡ് ഹൈപ്പോഫാരിങ്സ്. അത് ലേബ്രം അപ്പർ ലിപ്പാണ്, മാൻഡിബിൾസ് ആണ് ഗ്രൈൻഡിങ് ആൻഡ് ഇൻസൈസിങ് റീജിയൻ എന്ന് പറയുന്നത്. മാക്സില എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീളം കൂടിയ കൈ പോലെയൊക്കെ ഉണ്ടല്ലോ, അത് ഹോൾഡിംഗ് ആണ്, പിടിച്ച് വസ്തുക്കളെ പിടിക്കാനൊക്കെയാണ് മാക്സില ഉപയോഗിക്കുന്നത്. ഫുഡ് വായ്ക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ കൈകൾ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ് മാക്സില. അതുപോലെ ലേബിയത്തിലുണ്ട്, ലേബിയൽ പാൽപ്പ് എന്ന് പറഞ്ഞ ഭാഗമാണത്. അതും ലേബിയത്തിൽ അതുപോലെ കൈ പോലെ കാണാം, അത് ഉപയോഗിച്ചാണ് ലോവർ ലിപ്പിൽ താഴോട്ട് വസ്തുക്കൾ വായിലേക്ക് കൊണ്ടുവരുന്ന വസ്തുക്കൾ പുറത്ത് പോകാതെ തടയുന്നത് ആ മാക്സിലയുടെയും ലേബിയത്തിൻ്റെയും ആ പാൽപ്പുകളാണ്, ആ പുറത്തേക്ക് നിൽക്കുന്ന കൈ പോലെയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഇത്രയുമാണ് കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ്. ലേബ്രം, എ പെയർ ഓഫ് മാൻഡിബിൾസ്, എ പെയർ ഓഫ് മാക്സിലെ, ലേബിയം ആൻഡ് ഹൈപ്പോഫാരിങ്സ്. ഈ 5 പാർട്സ് മനസ്സിലായല്ലോ. അപ്പം കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സിനെ കുറിച്ച് ഇങ്ങനെ ഓർത്തിരിക്കുക. ഒന്ന്, ബൈറ്റിംഗ് ആൻഡ് ചൂവിങ് ടൈപ്പ് ആണ് മൗത്ത് പാർട്ട്. കൂടാതെ മൗത്ത് പാർട്സിൻ്റെ പേരുകളാണ് ലേബ്രം, എ പെയർ ഓഫ് മാൻഡിബിൾസ്, എ പെയർ ഓഫ് മാക്സിലെ, ലേബിയം ആൻഡ് ഹൈപ്പോഫാരിങ്സ്. അപ്പോൾ ഇത്രയും പേരുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടതാണ്. അപ്പോൾ കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ് ലേബ്രം, എ പെയർ ഓഫ് മാൻഡിബിൾസ്, എ പെയർ ഓഫ് മാക്സിലെ, ലേബിയം ആൻഡ് ഹൈപ്പോഫാരിങ്സ്. കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സിൻ്റെ ടൈപ്പ് ബൈറ്റിംഗ് ആൻഡ് ചൂവിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ്. ഈ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കോക്രോച്ച് മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച് ആർ ബൈറ്റിംഗ് ആൻഡ് ചൂവിങ് ടൈപ്പ് ആൻഡ് there are 5 mouth parts in cockroach: labrum, a pair of mandibles, a pair of maxillae, labium and a hypopharynx. ആർക്ക് പറയാം ആ മൗത്ത് പാർട്സിൻ്റെ പ്രത്യേകതകൾ? പറയൂ. പറയൂ. ഇല്ലേ, നോട്ടിലില്ലേ? ഫോക്കസ് പോയിന്റ് വരുന്നില്ല, അത് വരുന്നില്ല. അത് ഉണ്ട് നമുക്ക്, അത് ചിലപ്പം ബാക്കി ഇല്ല. അത് ശരിക്കും അത് വേണ്ടതാണ്. അത് ചിലപ്പോൾ നോട്ടിൽ മിസ്സായി പോയതായിരിക്കും. ഇതുകൂടി വേണ്ടതാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ നോട്ട്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യാം നിങ്ങളെ ഇല്ലെങ്കിൽ. അതുപോലെ നോക്കാമല്ലോ, നിങ്ങൾക്ക് അത് നേരം അത് നോക്കാമല്ലോ. അതിൽ കോക്രോച്ചിൻ്റെ കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ അയച്ചേക്കാം. ചിലപ്പോൾ നോട്ട് എടുക്കുമ്പോൾ
അത് വിട്ടുപോയതായിരിക്കും നോട്ടിൻ്റെ പ്രിൻറ്റിൽ. അതും കൂടി വേണ്ടതാണ്, നമുക്ക് കോക്രോച്ചും കൂടി ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോട്ടിലില്ലെങ്കിൽ ഇപ്പോൾ അയച്ചതിനകത്തുണ്ടത്, അതും കൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മൗത്ത് പാർട്സിൽ പഠിക്കേണ്ടത്. അപ്പോൾ ആർക്ക് പറയാൻ പറ്റുന്നത് ഏതൊക്കെയാണ് മൗത്ത് പാർട്സ് ഉള്ളത്? പേര് പഠിച്ചല്ലോ. ആർക്ക് പറയാം മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച്? പറയൂ കൃഷ്ണ, പറഞ്ഞു. Mouth parts of cockroach is the biting and chewing type of mouth. The parts are a labrum, upper lip, and a pair of mandibles for grunting, a pair of maxillae for holding, a labium, lower lip, and a hypopharynx, which is the tongue of the cockroach. Okay, good. ഇനി ആർക്ക് പറയാം? Sir, പറഞ്ഞോളൂ. Cockroach has a biting and chewing type of mouth part. It consists of a labrum, upper lip, a pair of mandibles, pair of maxillae, a labium, lower, and hypopharynx, tongue. Okay, good. Good. ഇനി പറയൂ, അടുത്ത ഒരാളും കൂടി പറയൂ. പറയൂ. ആര്യ പറയൂ. ജെന്നിഫർ പറഞ്ഞോളൂ ജെന്നിഫർ പറഞ്ഞോളൂ. Cockroach had biting and chewing type of mouth part. The mouth part consisting of a labrum, upper lip, a pair of mandibles, a pair of maxillae, and a labium, over lip. ഒന്നും കൂടില്ലേ? ഹൈപ്പോഫാരിങ്സും കൂടി പറയാം. ടങ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോഫാരിങ്സ്. ഓക്കെ. ഇനി വേറെ ആൾ പറയൂ. പറയൂ ആര്യ, പറഞ്ഞോളൂ. Head bearing appendages forming biting and chewing type of mouth part. The mouth parts consisting of labrum, upper lip, a pair of mandibles, a pair of maxillae, and a labium. A median flexible lobe acting as tongue. അതിന്റെ പേര് ഹൈപ്പോഫാരിങ്സ് ആണെന്നുള്ളത് പഠിക്കണം. പേര് ഹൈപ്പോഫാരിങ്സ് ആണ്, ടങ് എന്നുള്ളത് ഹൈപ്പോഫാരിങ്സ്. ആ പേര് കൂടി പഠിക്കണം. അപ്പോൾ മനസ്സിലായല്ലോ, ഇത്രയാണ് നമ്മൾ കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോക്രോച്ചിന് ശരിക്കും 5 മൗത്ത് പാർട്സ് ഉണ്ട്. ആ ചിത്രവും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആ ചിത്രത്തിൽ അത് ലേബൽ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കുക. ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് നമ്മൾ വേറെ ചെയ്യേണ്ട, അതിൻ്റെ പേര് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ചിത്രം തന്നാൽ ഓരോന്നിൻ്റെ ആ പാർട്സ് എവിടെയാണ് എന്നുള്ളത്, അപ്പർ ലിപ്പാണ്, മുകളിലുള്ളതാണ് ലേബ്രം, താഴെ ലേബിയമാണ്, മാറിപ്പോയത്. 2 സൈഡിലും 2 മാൻഡിബിളും 2 മാക്സിലും മാറിപ്പോയത്, നടുക്ക് ഹൈപ്പോഫാരിങ്സ്. അങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ആ പാർട്ട് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. അതുകൊണ്ട് ചിത്രം നമ്മൾ പഠിച്ചു വയ്ക്കണം. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കേണ്ടത് കോക്രോച്ചിൻ്റെ അനാറ്റമിയാണ്. അനാറ്റമിയിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് അലിമെൻ്ററി കനാൽ ഓഫ് കോക്രോച്ച്. അതും ഈ പറഞ്ഞതുപോലെ ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോക്രോച്ചിൻ്റെ അനാറ്റമിയിൽ വരുന്ന ചിത്രം എന്ന് പറയുന്നത് അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഇതിൻ്റെ ഈ മൗത്ത് പാർട്സിൻ്റെയും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെയും പ്രത്യേകത ഇതിന് നമുക്ക് പ്രാക്ടിക്കലിന് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് ഈ 2 ക്വസ്റ്റ്യന്. അതിപ്പോൾ നമുക്ക് ചിലപ്പം ഈ അനാറ്റമിയിൽ വരുന്ന അലിമെൻ്ററി കനാലിൻ്റെ ചിത്രവും മുമ്പ് ചോദിച്ചിട്ടുണ്ട്, എന്നിട്ട് അത് ലേബൽ ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ പഠിച്ചു വയ്ക്കണം. അപ്പം അലിമെൻ്ററി കനാലിൽ എന്തൊക്കെയാണ് പാർട്സ് വരുന്നത് നമുക്ക് നോക്കാം. ദ അലിമെൻ്ററി കനാൽ ഈസ് ഡിവൈഡഡ് ഇൻടു 3 റീജിയൻസ്, ഫോർഗട്ട്, മിഡ്ഗട്ട് ആൻഡ് ഹൈൻഗട്ട്. കോക്രോച്ചിൻ്റെ അലിമെൻ്ററി കനാലിൽ 3 റീജിയനുകളാണ്, ഫോർഗട്ട്, മിഡ്ഗട്ട്, ഹൈൻഗട്ട്. അതായത് അത് ആദ്യ ഭാഗത്തിന് ഫോർഗട്ട് എന്നും രണ്ടാം ഭാഗത്തിന് മിഡ്ഗട്ട്, അല്ലെങ്കിൽ നടുക്ക് വരുന്ന ഭാഗമാണ് മിഡ്ഗട്ട്, മൂന്നാമത്തെ ഭാഗമാണ് ഹൈൻഗട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 പാർട്ടുകളായി കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ അല്ലെങ്കിൽ അലിമെൻ്ററി കനാലിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗട്ടിന് അല്ലെങ്കിൽ അലിമെൻ്ററി കനാലിന് 3 റീജിയനാണ്, ഫോർഗട്ട്, മിഡ്ഗട്ട്, ഹൈൻഗട്ട്. ഇനി ദ മൗത്ത് ഓപ്പൺസ് ഇൻ ടു ഫാരിങ്സ് ലീഡിങ് ടു എ നാരോ ഈസോഫാഗസ്. അതിൻ്റെ നമുക്ക് അവിടെ കാണാം, ഏറ്റവും മുകളിൽ ചിത്രത്തിൻ്റെ ഏറ്റവും മുകളിലേക്കാണ് അവിടെ ഫാരിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് മൗത്ത് ഓപ്പൺ ചെയ്യുന്നത്. മൗത്ത് നമുക്ക് ഇവിടെ കാണുന്നില്ല, അപ്പുറത്തെ സൈഡിലാണ്. അതുകൊണ്ട് മൗത്ത് ഓപ്പൺസ് ഇൻ ടു ഫാരിങ്സ്, ആ ഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഇറ്റ് ലീഡ്സ് ഇൻ ടു ഈസോഫാഗസ്. ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ അടുത്ത റീജിയനാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. അപ്പം മൗത്ത്, ഫാരിങ്സ്, പിന്നെ ഈസോഫാഗസ്. അതാണ് കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ക്രമം എന്ന് പറയുന്നത്. ആദ്യം മൗത്ത് വരുന്നു, അത് കഴിഞ്ഞ് ഫാരിങ്സ്, പിന്നെ ഈസോഫാഗസ്. ഇനിയോ ഈസോഫാഗസിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓപ്പൺസ് ഇൻ ടു എ സാക്കലൈക് സ്ട്രക്ചർ കോൾഡ് ക്രോപ്പ് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ഫുഡ്. അതിന് താഴെയുള്ള ക്രോപ്പ് എന്ന് പറഞ്ഞ ഒരു എല്ലാതിൻ്റെ ട്യൂബാണ്. അതിൻ്റെ പ്രത്യേകത വെച്ചാൽ അതിലാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ സ്റ്റോറേജിന് ഉപയോഗിക്കുന്നതാണ് ക്രോപ്പ്. നമ്മുടെ സ്റ്റൊമക്കിന് ഈക്വലായിട്ട് കാണപ്പെടുന്ന കോക്രോച്ചിൻ്റെ ഭാഗമാണ് ക്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രോപ്പ് എന്ന് പറയുന്നത് വളരെ വലിപ്പമുള്ള ഒരു ഭാഗമാണ്. അവിടെയാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോറേജ് ഓഫ് ഫുഡാണ്. അത് നമ്മൾ ഓർക്കണം. ക്രോപ്പിൻ്റെ ഫംഗ്ഷനാണ് സ്റ്റോറേജ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ക്രോപ്പിനുള്ളിലാണ്. അപ്പോൾ കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സിൽ ആദ്യം മൗത്ത്,
തുടർന്ന് ഫാരിങ്സ്, ഈസോഫാഗസ്, അത് കഴിഞ്ഞാൽ ക്രോപ്പായി. ആ ക്രോപ്പ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ഫുഡ്. ഇനിയോ ദ ക്രോപ്പ് ഈസ് ഫോളോഡ് ബൈ ഗിസാർഡ് ഓർ പ്രോവെൻട്രിക്കുലസ് ഹെൽപ്സ് ഇൻ ഗ്രൈൻഡിങ് ഫുഡ് പാർട്ടിക്കിൾസ്. അതിന് താഴെ നമുക്ക് ഗിസാർഡ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. ദ ക്രോപ്പ് ഈസ് ഫോളോഡ് ബൈ ഗിസാർഡ് ഓർ പ്രോവെൻട്രിക്കുലസ്. അതിൻ്റെ മറ്റൊരു പേരാണ് പ്രോവെൻട്രിക്കുലസ് ഹെൽപ്സ് ഇൻ ഗ്രൈൻഡിങ് ഫുഡ് പാർട്ടിക്കിൾസ്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്രൈൻഡിങ് ഓഫ് ഫുഡ് പാർട്ടിക്കിൾസ് ആണ്. നമ്മൾ ഈ ഗിസാർഡിനുള്ളിൽ ഫുഡ് എത്തിക്കഴിയുമ്പോൾ അവിടെ വെച്ച് അതിനെ ഗ്രൈൻഡ് ചെയ്യാൻ, അതിനകത്ത് ടീത്തിലേക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അത് ഉപയോഗിച്ച് അത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നു. ആ ഭാഗത്തിനെയാണ് നമ്മൾ ഗിസാർഡ് അല്ലെങ്കിൽ പ്രോവെൻട്രിക്കുലസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ അതാണ് ഗ്രൈൻഡിങ് ഓഫ് ഫുഡ് പാർട്ടിക്കിൾസ്, അതാണ് ഗിസാർഡ്. അപ്പോൾ ക്രോപ്പ്, സ്റ്റോറിങ് ഫുഡ്, ഗിസാർഡ്, ഗ്രൈൻഡിങ് ഫുഡ് പാർട്ടിക്കിൾസ്, അതാണ് അടുത്ത പാർട്ട്. ഇനി അത് കഴിഞ്ഞാലോ എ റിംഗ് ഓഫ് 6 to 8 ഹെപ്പാറ്റിക് ഓർ ഗാസ്ട്രിക് CK ഈസ് പ്രസന്റ് വിച്ച് സെക്രീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ്. അതിന് താഴെയായി നമുക്ക് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിട്ട് കാണാം ഒരു റിംഗ് ഓഫ് 6 to 8. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? അവിടെ നമുക്ക് രണ്ട് സൈഡിലായിട്ട് 8 എണ്ണം നമുക്ക് കാണാം. അങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ഹെപ്പാറ്റിക് CK അല്ലെങ്കിൽ ഗാസ്ട്രിക് CK എന്ന് പറയുന്നത്. അത് ഡൈജസ്റ്റീവ് ജ്യൂസ്, അതായത് എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്ന, ഡൈജസ്റ്റീവ് എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസാണ് ഈ ഗാസ്ട്രിക് CKയിലുള്ളത്. അപ്പോൾ ഗാസ്ട്രിക് CK എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 6 to 8 ആണ്. അത് ഗാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റ് ചെയ്യാവുന്ന ഒരു ഫംഗ്ഷൻ ഹെപ്പാറ്റിക് CK അല്ലെങ്കിൽ ഗാസ്ട്രിക് CK. അപ്പോൾ നമ്മൾ ക്രമമായി നോക്കിക്കഴിഞ്ഞാൽ ആദ്യം മൗത്ത്, പിന്നെ ഫാരിങ്സ്, അത് കഴിഞ്ഞാൽ ഈസോഫാഗസ്, പിന്നെ ക്രോപ്പ്, പിന്നെ ഗിസാർഡ്. ഗിസാർഡിൻ്റെ താഴെയായിട്ടാണ് ഈ ഹെപ്പാറ്റിക് CK കാണുന്നത്. ഹെപ്പാറ്റിക് CK 6 to 8 സ്ട്രക്ചേഴ്സാണ്. ഇത്രയാണ് ഫോർഗട്ടിൽ വരുന്നത്. ഇനി ദ എൻറ്റയർ ഫോർഗട്ട് ഈസ് ലൈൻ ബൈ ക്യൂട്ടിക്കിൾ. ഈ ക്യൂട്ടിക്കിൾ കൊണ്ട് ഈ ഫോർഗട്ടിനെ ലൈൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും വരെയും ഫോർഗട്ടാണ് നമ്മൾ ഈ ഹെപ്പാറ്റിക് CK വരെയും. അത് കഴിഞ്ഞാൽ വരുന്നതാണ് നമുക്ക് തൊട്ട് താഴെ കാണാം ഒരു കുറച്ച് നീളമുള്ള ഭാഗമാണ്. അതിനെയാണ് മിഡ്ഗട്ട് അല്ലെങ്കിൽ മിസെൻട്രോൺ എന്ന് പറയുന്നത്. അവിടെ പറഞ്ഞിട്ടുണ്ട് മിസെൻട്രോൺ ഓർ മിഡ്ഗട്ട്. ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം എന്താണ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് മിഡ്ഗട്ട് ആൻഡ് ഹൈൻഗട്ട് എ റിംഗ് ഓഫ് 100 to 150 യെല്ലോ കളേർഡ് മാൽപിയൻ ട്യൂബ്യൂൾസ്. അത് താഴെയാണ്. നമുക്ക് ഈ മിഡ്ഗട്ട് കഴിയുമ്പോൾ മിസെൻട്രോൺ അല്ലെങ്കിൽ മിഡ്ഗട്ട് കഴിയുന്ന ഭാഗത്തായിട്ടാണ് ഈ 100 to 150 ട്യൂബ്സ്, യെല്ലോ കളർ ട്യൂബ്സ് ആണ്. നമ്മൾ കോക്രോച്ചിനെ ഡിസെക്ട് ചെയ്യുമ്പോൾ കാണാം യെല്ലോ കളറിൽ ആ കുറുകെയുള്ള ട്യൂബുകൾ കാണാം. അതിനെയാണ് നമ്മൾ മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട് മാൽപീജിയൻ ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചാണല്ലോ, എന്താണ് എക്സ്ക്രീറ്ററി സ്ട്രക്ചറാണ് അല്ലേ. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ദേ ഹെൽപ്പ് ഇൻ റിമൂവൽ ഓഫ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്. എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന മാൽപീജിയൻ ട്യൂബ്യൂൾസ്, അതിൻ്റെ ഫംഗ്ഷൻ്റെ എക്സ്ക്രീഷനാണ്, അതാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. അപ്പം മിസെൻട്രോൺ അല്ലെങ്കിൽ മിഡ്ഗട്ട് എന്ന് പറയുന്നത് ഈ ഇതിൽ നമ്മൾ ഈ ഹെപ്പാറ്റിക് CKയും മാൽപീജിയൻ ട്യൂബ്യൂളും ഒക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സ് അല്ല, യഥാർത്ഥത്തിൽ അതിൽ കാണുന്ന പാർട്ടാണെന്നേ ഉള്ളൂ, പുറമേ നിൽക്കുന്നതാണ്. അത് അതിനോട് ചേർന്ന് വരുന്നതല്ല. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെ താഴോട്ട് വരുന്നതാണ്. അതിൽ ഗിസാർഡ് കഴിഞ്ഞാൽ മിസെൻട്രോൺ അല്ലെങ്കിൽ മിഡ്ഗട്ടാണ്. പക്ഷേ അതിൻ്റെ രണ്ടിനും കൂടെ ഇടയിലാണ് ഈ ഹെപ്പാറ്റിക് CK കാണുന്നത്. അതുപോലെ മിഡ്ഗട്ട് കഴിഞ്ഞ് ഹൈൻഗട്ടാണ്, ചെറിയ നേർത്ത ഭാഗമാണ് ഹൈൻഗട്ട് എന്ന് പറയുന്നത്. ആ ഹൈൻഗട്ട് തുടങ്ങുന്ന ഭാഗത്താണ് ഈ മാൽപീജിയൻ ട്യൂബ്യൂൾസ് കാണുന്നത്. ഇനി ദ ഹൈൻഗട്ട് ഈസ് ഡിഫറൻഷിയേറ്റഡ് ടു ഇലിയം, കോളൻ ആൻഡ് റെക്ടം ഓപ്പൺസ് ത്രൂ എനസ്. ഈ ഹൈൻഗട്ട് എന്ന് പറയുന്നതിന് യഥാർത്ഥത്തിൽ 3 ഭാഗങ്ങളാണ്. ഇലിയം, ആദ്യത്തെ പാർട്ട് ഇലിയം, നേർത്ത ഭാഗം ആണ് ഇലിയം. അത് കഴിഞ്ഞാൽ കോളൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, ലാസ്റ്റത്തെ ഭാഗമാണ് റെക്ടം. ഇങ്ങനെ 3 പാർട്ടുണ്ട്, ഇലിയം, കോളൻ ആൻഡ് റെക്ടം. അതാണ് ഹൈൻഗട്ട്. ഇലിയം, കോളൻ ആൻഡ് റെക്ടം. ആൻഡ് റെക്ടം ഓപ്പൺസ് ഔട്ട് ത്രൂ എനസ്. എനസ് വഴി അത് പുറത്തേക്ക് തുറക്കുന്നു. അപ്പോൾ കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സ്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഇത്രയും പാർട്സ് ഉണ്ട്. ഇതിൽ ചില ഭാഗങ്ങളുടെ ഫംഗ്ഷൻ നമ്മൾ പഠിക്കേണ്ടതാണ്. ഒന്ന് ക്രോപ്പ്, സ്റ്റോറിങ് ഫുഡ്, ഗിസാർഡ്, ഗ്രൈൻഡിങ് ഫുഡ്, ഹെപ്പാറ്റിക് CK സെക്രീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ്, പിന്നെ മറ്റൊന്ന് മാൽപിയൻ ട്യൂബ്യൂൾ എക്സ്ക്രീഷൻ. ഇത്രയും ഭാഗങ്ങളുടെ ഫംഗ്ഷനും കൂടി നമ്മൾ ഓർത്തിരിക്കണം. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ചിത്രമാണ്. ആ ചിത്രം നോക്കിയിട്ട് 4-5 പാർട്സ് ലേബൽ ചെയ്യുക. 6 മാർക്കിന് 3 മാർക്കിന് വരെ 6 പാർട്സ് ലേബൽ ചെയ്ത് 3 മാർക്കിന് വരെ മുമ്പ് ഈ ചിത്രം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചിത്രം നന്നായി മനസ്സിലാക്കി വെക്കണം. ആ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ പാർട്സ് ഇതൊക്കെയാണ്. എന്താണ്? ആദ്യം മൗത്ത്, അത് കഴിഞ്ഞാൽ ഫാരിങ്സ് ആണ്, പിന്നെ ഈസോഫാഗസ്, ഈസോഫാഗസ് ഓപ്പൺസ് ഇൻ ടു ക്രോപ്പ്, ക്രോപ്പ് ടു ഗിസാർഡ്, ദെൻ ഗിസാർഡ് ടു മിഡ്ഗട്ട് ഓർ മിസെൻട്രോൺ, ദെൻ ടു ഇലിയം, കോളൻ ആൻഡ് റെക്ടം. ഇത്രയും ഭാഗങ്ങൾ അതിനകത്ത് വരും. അതിനകത്ത് 2 അഡീഷണൽ പാർട്സ് ആണ് ഹെപ്പാറ്റിക് CKയും മാൽപീജിയൻ ട്യൂബ്യൂൾസും. ഹെപ്പാറ്റിക് CK ആർ പ്രസൻറ്റ് ബിലോ ഗിസാർഡ്. ഗിസാർഡിൻ്റെ താഴെയായിട്ടാണ് ഈ ഹെപ്പാറ്റിക് CK അല്ലെങ്കിൽ ഗാസ്ട്രിക് CK കാണുന്നത്. മാൽപീജിയൻ ട്യൂബ്യൂൾ കാണുന്നത് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ഹൈൻഗട്ട് ആൻഡ് മിഡ്ഗട്ട് ആണ്. മിഡ്ഗട്ടും ഹൈൻഗട്ടും കൂടി ചേർന്ന് വരുന്ന ഭാഗത്തായിട്ടാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്ന എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് കാണുന്നത്. ഇതാണ് കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ അലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത്. അലിമെൻ്ററി കനാൽ ഓഫ് കോക്രോച്ച് കൺസിസ്റ്റിംഗ് ഓഫ് മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ്,
ഗിസാഡ്, മിസെൻട്രോൺ. അവിടെ ഹെപ്പാറ്റിക് സിക്ക് കൂടെ പഠിച്ചു വെക്കുന്ന നല്ലതല്ലേ, നമ്മൾ മറന്നു പോയിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ പാർട്ട് മറന്നു പോകും. ഗിസാഡ് അങ്ങനെ തന്നെ പറയാൻ വേണമെങ്കിൽ ഹെപ്പാറ്റിക് സിക്ക്, മിസെൻട്രോൺ ഓർ മിഡ്ഗട്ട്, മാൽപിയൻ ട്യൂബ്യൂൾ, ഇലിയം, കോളൻ ആൻഡ് റെക്ടം. ഇത്രയും പാർട്സുകൾ ചേരുന്നതാണ്, ഏനസ് ആണ് ലാസ്റ്റ് പാർട്ട്. ഇത്രയും പാർട്ടുകൾ ചേരുന്നതാണ് കോക്രോച്ചിൻ്റെ അലിമെൻ്ററി കനാലിൻ്റെ എന്ന് പറയും. ഇതിനകത്ത് നമ്മളിപ്പോൾ അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളൊരു ഫ്ലോ ചാർട്ട് അതിനെക്കുറിച്ച് തയ്യാറാക്കാൻ പഠിക്കണം. എങ്ങനെ നമ്മൾ ഈ ഡൈജസ്റ്റീവ് അലിമെൻ്ററി കനാലിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച് പഠിക്കണം. അപ്പോൾ അത് മറന്നു പോയിരിക്കും. വേറെ കൂടുതലായിട്ടൊന്നും അതിനകത്ത് പഠിക്കാനില്ല. ഇതിൽ 2-3 പാർട്ടിൻ്റെ ഫംഗ്ഷൻ പഠിക്കണം. ക്രോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോറിങ് ഫുഡാണ്, ഗിസാഡ് ഗ്രൈൻഡിങ് ആണ്, ഹെപ്പാറ്റിക് സിക്ക് ഡൈജസ്റ്റീവ് ജ്യൂസാണ്, അതുപോലെ മാൽപിയൻ ട്യൂബ്യൂൾ എക്സ്ക്രീഷനാണ്. ആ 4 പാർട്ടിൻ്റെ ഫംഗ്ഷനും പഠിക്കണം. ബാക്കിയെല്ലാം നമ്മൾ ആ ഫ്ലോ ചാർട്ട് മാത്രം മതി. അത് നമുക്ക് ആ ചിത്രത്തിൽ ലേബൽ ചെയ്യാനും പഠിച്ചാൽ മതി. ബാക്കിയൊന്നും അതിനകത്തുനിന്ന് നമുക്ക് വലിയ കൺഫ്യൂഷൻ വരുന്നില്ല. ആ പാർട്ടൊന്ന് ഫ്ലോ ചാർട്ട് പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ്, ഗിസാഡ്, ഹെപ്പാറ്റിക് സിക്ക്, മിഡ്ഗട്ട് അല്ലെങ്കിൽ മിസെൻട്രോൺ, പിന്നെ മാൽപിയൻ ട്യൂബ്യൂൾ, ഇലിയം, കോളൻ, റെക്ടം, ഏനസ്. ഇത്രയും ചേരുന്നതാണ് കോക്രോച്ചിൻ്റെ അലിമെൻ്ററി കനാൽ. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പാർട്സ് ഒന്ന് പറയണം നിങ്ങൾ. ഒന്ന് മൗത്ത്, തുടർന്ന് ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ്, ഗിസാഡ്, ഹെപ്പാറ്റിക് സിക്ക്, മിഡ്ഗട്ട്, മാൽപിയൻ ട്യൂബ്യൂൾ, ഇലിയം, കോളൻ, റെക്ടം, ഏനസ്. ഇത്രയും പാർട്ടുകൾ ചേരുന്നതാണ് കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം. പിന്നെ നമുക്കൊരു പെയർ ഓഫ് സലിവറി ഗ്ലാൻഡ് അവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. സലിവറി ഗ്ലാൻഡ് വിത്ത് സലിവറി റിസർവോയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ മാത്രമേ മതി. അപ്പോൾ അതിന് പരീക്ഷയ്ക്ക് ലേബൽ ചെയ്യുമ്പോൾ അത് ചോദിച്ചെങ്കിൽ സലിവറി ഗ്ലാൻഡ് കൂടെ നമ്മൾ ലേബൽ ചെയ്യാൻ പഠിച്ചിരിക്കണം. പക്ഷേ നമുക്ക് സലിവറി ഗ്ലാൻഡിനെ കുറിച്ച് ഇവിടെ പഠിക്കാനില്ല. അത് അപ്പുറത്ത് അതിൻ്റെ സെൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ സലിവറി ഗ്ലാൻഡ് ഉണ്ട് കോക്രോച്ചിന് ഓർത്താൽ മതി. അപ്പോൾ അതിൻ്റെ പാർട്സിൻ്റെ ആ ക്രമമാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ്, ഗിസാഡ്, ഹെപ്പാറ്റിക് സിക്ക്, മിഡ്ഗട്ട് അല്ലെങ്കിൽ മിസെൻട്രോൺ, പിന്നെ മാൽപിയൻ ട്യൂബ്യൂൾ, ഇലിയം, കോളൻ, റെക്ടം, ഏനസ്. ഇത്രയും പാർട്ടുകൾ ചേരുന്നതാണ് കോക്രോച്ചിൻ്റെ അലിമെൻ്ററി കനാൽ. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച് കൺസിസ്റ്റിംഗ് ഓഫ് മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ്, ഗിസാഡ്, ഹെപ്പാറ്റിക് സിക്ക്, മിസെൻട്രോൺ, മാൽപിയൻ ട്യൂബ്യൂൾസ്, ഇലിയം, കോളൻ, റെക്ടം ആൻഡ് ഏനസ്. ഇത്രയുമാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഫംഗ്ഷൻ പഠിക്കേണ്ടത് ക്രോപ്പ് സ്റ്റോറിങ് ഫുഡ്, ഗിസാഡ് ഗ്രൈൻഡിങ് ഫുഡ്, ഹെപ്പാറ്റിക് സിക്ക് സെക്രറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ്, മാൽപിയൻ ട്യൂബ്യൂൾ റിമൂവ് വേസ്റ്റ് അല്ലെ എക്സ്ക്രീഷൻ. ഇത്രയും ഫംഗ്ഷൻസും നമ്മൾ പഠിക്കണം. അപ്പോൾ ആരാണ് കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് പറയുന്നത്? ഒരിക്കൽ കൂടി ഞാൻ പറയാം. മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ്, ഗിസാഡ്, ഹെപ്പാറ്റിക് സിക്ക്, മിഡ്ഗട്ട് അല്ലെങ്കിൽ മിസെൻട്രോൺ, മാൽപിയൻ ട്യൂബ്യൂൾ, ഇലിയം, കോളൻ, റെക്ടം, ഏനസ്. ആർക്ക് പറയാം? ആ പറയൂ ട്രീസ, പറഞ്ഞോളൂ. മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ്, ഗിസാഡ്, ഹെപ്പാറ്റിക് സിക്ക്, മിഡ്ഗട്ട് ഓർ മിസെൻട്രോൺ, മാൽപിയൻ ട്യൂബ്യൂൾ, ഇലിയം, കോളൻ, റെക്ടം ആൻഡ് ഏനസ്. ഓക്കെ ഓക്കെ ഗുഡ് ട്രീസ. ആ ഇനി ആർക്ക് പറയാം? പറയൂ, വേറെ ആൾ പറയും. ആ പറഞ്ഞോളൂ. Mouth, pharynx, esophagus, crop, gizzard, hepatic ciliate, midgut or mesenteron, Malpighian tubules, ileum, colon, rectum, anus. Anus. Okay, okay. ആരടുത്ത് പറയുന്നത്? ആ പറയുന്നു, പറഞ്ഞോളൂ. ആ ഒരാൾ പറയും. Pharynx, esophagus, proper, hepatic ciliate, midgut, Malpighian tubules, ileum, colon, rectum, anus. Okay, okay, good. ഷിഫാന പറഞ്ഞോളൂ. Mouth, pharynx, esophagus, crop, gizzard, hepatic ciliate, midgut, Malpighian tubules, ileum, colon, rectum, anus. Okay, okay, good. ഇനി ആർക്ക് പറയാം? പറഞ്ഞോളൂ, ഒരാൾ പറയും. പറഞ്ഞു, ഒരാൾ പറയും. Mouth, pharynx, esophagus, crop, gizzard, hepatic ciliate, midgut, Malpighian tubule, ileum, colon and rectum, anus. Okay, okay. ഇനി ആരാ? ആൽബിയ. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. Pharynx, esophagus, crop, gizzard, hepatic ciliate, midgut or mistrone,
malpighian tubules, ileum, colon, rectum, anus. ഓക്കെ ഗുഡ്. ഇനി ആരാ? കൃഷ്ണ. Sir, തുളസിയ. mouth, പറഞ്ഞു. larynx, esophagus, throat, gizzard, hepatic CK, midgut, malpighian tubules, ileum, colon, rectum, and anus. ഓക്കെ കൃഷ്ണ പറഞ്ഞു. Sir, mouth, larynx, esophagus, throat, gizzard, hepatic CK, midgut, malpighian tubules, ileum, colon, rectum, and anus. ഓക്കെ ഇനി ആർക്ക് പറയാം? Sir, പറയൂ റിയ, പറഞ്ഞു. mouth, larynx, esophagus, throat, gizzard, hepatic CK, midgut, malpighian tubules, ileum, colon, rectum, anus. ഓക്കെ ഗുഡ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പരീക്ഷയ്ക്ക്. പറയൂ. വോയിസ് ഒന്നും ഇല്ലേ? വോയിസിൻ്റെ ഒന്നും അനക്കമില്ലല്ലോ. ഞാൻ പേര് വിളിക്കണോ? പറയൂ ഒരാൾ. പറയൂ. അമൽ പറയൂ. അമലില്ലേ? അമൽ ഗൗതം. പറയൂ ഗൗതം. Esophagus, pharynx, esophagus, throat, gizzard, hepatic CK, midgut, malpighian tubules, colon, rectum, anus. ഇരിയം പറഞ്ഞായിരുന്നു? ഇല്ലെന്ന്. സാറില്ല. അത് നിങ്ങളെ നോട്ടിൽ നമ്മൾ ഫ്ലോ ചാർട്ട് വരച്ചിട്ടില്ലെങ്കിലും അതൊരു ഫ്ലോ ചാർട്ടാക്കി വെക്കുക. ഇപ്പം നമ്മൾ പഠിക്കാൻ അങ്ങനെ സൗകര്യത്തിന് വെക്കണം. ഈ ക്രമത്തിൽ പഠിച്ചു വെക്കുക. എന്നിട്ട് അതിനകത്തുനിന്ന് ആ ഫംഗ്ഷൻ പഠിക്കേണ്ടത് അതിനകത്തുനിന്നൊരു ഫ്ലോ ചാർട്ട് എഴുതുമ്പോൾ അതിനകത്തുനിന്ന് നോക്കിയാൽ മതി. ക്രോപ്പ്, സ്റ്റോറിങ്, ഗിസാർഡ്, ഗ്രൈൻഡിങ്, ഹെപ്പാറ്റിക് CK, സെക്രട്ടറി ഡൈജസ്റ്റീവ് ജ്യൂസ്, മാൽപിയൻ ട്യൂബിൾ, എക്സ്ക്രീഷൻ. ഇത്രയും ഭാഗങ്ങൾ അതിനകത്തുനിന്നുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ അതിനകത്തുനിന്ന് പുറത്തേക്ക് ഒരു ആരോ മാർക്ക് ഇട്ട് അതിൻ്റെ ഫംഗ്ഷനോട് എഴുതി വെച്ചാൽ പഠിക്കുമ്പോൾ നമുക്ക് അത്രയും പഠിച്ചാൽ മതി. ഇത് മൊത്തം ഒന്നും വായിക്കേണ്ടി വരില്ല. അങ്ങനെ ചുരുക്കി പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നോട്ടിൽ നമ്മൾ കുറേ എഴുതി വെച്ചാലും നിങ്ങൾക്ക് അതും വീണ്ടും ചുരുക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നോട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നോട്ട്ബുക്കിലൊക്കെ കുറിച്ച് അങ്ങനത്തെ പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. പിന്നെ ചിത്രം പഠിക്കണം. ചിത്രം നമ്മൾ ലേബൽ ചെയ്യാൻ പഠിക്കണം. ഇതാണ് കോക്രോച്ചിൻ്റെ അലിമെൻ്ററി കനാലിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള കോക്രോച്ചിൻ്റെ നെർവസ് സിസ്റ്റത്തെക്കുറിച്ചാണ്. നെർവസ് സിസ്റ്റത്തിൻ്റെ ചിത്രം നമുക്ക് പഠിക്കാനില്ല. പക്ഷേ അതിനകത്ത് 1-2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, നെർവസ് സിസ്റ്റത്തിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെഗ്മെൻ്റലി അറേഞ്ച്ഡ് ഗാംഗ്ലിയ, 3 in the thorax and 6 in the abdomen. കോക്രോച്ചിൻ്റെ നെർവസ് സിസ്റ്റത്തിന് ശരിക്കും 9 ഗാംഗ്ലിയോൺസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. തൊറാക്സിലെ 3 എണ്ണവും ബാക്കി 6 എണ്ണം അബ്ഡോമനിലും. അങ്ങനെ മൊത്തം 9 ഗാംഗ്ലിയോൺ. ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ആണ്. ഒരു ഗ്രൂപ്പ് ന്യൂറോൺ ഒന്നിച്ച് ചേർന്ന് നമ്മൾ ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള 3 ഗാംഗ്ലിയോണുകൾ തൊറാക്സിലും 6 എണ്ണം അബ്ഡോമനിലും കാണുന്നു എന്നതാണ് ഇതിൻ്റെ എണ്ണത്തിൻ്റെ പ്രത്യേകത. ദ നെർവസ് സിസ്റ്റം ഓഫ് കോക്രോച്ച് ഇസ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ ബോഡി. കോക്രോച്ചിൻ്റെ നെർവസ് സിസ്റ്റം പ്രത്യേകത ഇറ്റ് ഇസ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ ബോഡി. ശരീരത്തിൽ മൊത്തത്തിൽ നെർവസ് സിസ്റ്റം വ്യാപിച്ചിരിക്കുന്നു. The head holds a bit of nervous tissue system while the rest is along the ventral part of its body. So, if the head of cockroach is cut off, it will still live for as long as 1 week. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് ഒരു കോക്രോച്ചിൻ്റെ ഹെഡ് കട്ട് ചെയ്താൽ പോലും അതിന് ഒരാഴ്ച വരെ വീണ്ടും ജീവിച്ചിരിക്കാൻ കഴിയും. എന്തുകൊണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് ദ ഹെഡ് ഓഫ് കോക്രോച്ച് ഇസ് കട്ട് ഓഫ്, ഇറ്റ് വിൽ സ്റ്റിൽ ലൈവ് ഫോർ ആസ് ലോങ് ആസ് 1 week. വൈ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ അതിൽ തന്നെയുണ്ട്. ദ ഹെഡ് ഹോൾഡ്സ് എ ബിറ്റ് ഓഫ് നെർവസ് ടിഷ്യൂ വൈൽ ദ റെസ്റ്റ് ഈസ് അലോങ് ദി വെൻട്രൽ പാർട്ട് ഓഫ് ഹിസ് ബോഡി. ശരീരത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ തലയിലുള്ളൂ. ബാക്കി ഭാഗം മുഴുവനും ശരീരത്തിലൂടെയാണ്, ഉടനീളം വ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ തല കട്ടായി പോയാലും അതിന് ഒരാഴ്ച വരെ വീണ്ടും ജീവിച്ചിരിക്കാൻ വേണ്ടി പറ്റും എന്നത് കോക്രോച്ചിൻ്റെ പ്രത്യേകതയാണ്. അതിൻ്റെ കാരണം ഇതാണ്. ഹെഡ് ഹോൾഡ്സ് എ ബിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ. ഹെഡിൽ വളരെ കുറച്ച് ഒരു ബിറ്റ് മാത്രമേ ഉള്ളൂ, ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. റെസ്റ്റ് ഈസ് അലോങ് ദി വെൻട്രൽ പാർട്ട് ഓഫ് ഹിസ് ബോഡി. ശരി, ബാക്കി ഭാഗങ്ങളെല്ലാം അതിൻ്റെ വെൻട്രൽ പാർട്ടിലാണ് കാണുന്നത്. സോ ഇഫ് ദ ഹെഡ് ഓഫ് കോക്രോച്ച് ഈസ് കട്ട് ഓഫ്, ഇറ്റ് വിൽ സ്റ്റിൽ ലൈവ് ഫോർ ആസ് ലോങ് ആസ് 1 week. അപ്പോൾ അത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ആ ക്വസ്റ്റ്യൻ എഴുതി വെക്കണം. ഇത് കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷം ചോദിച്ചാണ്. ഇഫ് ദ ഹെഡ് ഓഫ് കോക്രോച്ച് ഈസ് കട്ട് ഓഫ്, ഇറ്റ് വിൽ സ്റ്റിൽ ലൈവ് ഫോർ ആസ് ലോങ് ആസ് 1 week. വൈ എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ ഈ റീസൺ
എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. നമുക്ക് 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ വലിയ പ്രയാസമില്ല. ദ ഹെഡ് ഹോൾഡ്സ് എ ബിറ്റ് ഓഫ് നെർവസ് ടിഷ്യൂ. ദ മോസ്റ്റ് ഓഫ് ദി നെർവസ് സിസ്റ്റം ഈസ് ലൊക്കേറ്റഡ് അലോങ് ദി വെൻട്രൽ പാർട്ട് ഓഫ് ഇറ്റ് ബോഡി. അതാണ് അതിൻ്റെ ആൻസർ. ഹെഡ് ഹോൾഡ്സ് എ ബിറ്റ് ഓഫ് നെർവസ് ടിഷ്യൂ ആൻഡ് ദ റെസ്റ്റ് ഈസ് അലോങ് ദി ബോഡി. ബാക്കി ഭാഗമൊക്കെ ശരീരത്തിലാണ്. ആ ഹെഡിൽ വളരെ കുറച്ച് നെർവസ് സിസ്റ്റം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് if the head of cockroach is cut off, it can live for as long as 1 week. അതിന് വീണ്ടും ഒരാഴ്ച ജീവിക്കാൻ കഴിയും എന്ന് നമ്മൾ പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ദ ബ്രെയിൻ ഈസ് റെപ്രസെൻറ്റ് ബൈ സുപ്രാ ഈസോഫാഗിയൽ ഗാംഗ്ലിയോൺ. അതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഗാംഗ്ലിയോൺ ആണ്. അതിൻ്റെ പേരാണ് സുപ്രാ ഈസോഫാഗിയൽ ഗാംഗ്ലിയോൺ. അതും നോട്ട് ചെയ്ത് വെക്കണം. ബ്രെയിൻ എന്ന് പറയുന്നതാണ് സുപ്രാ ഈസോഫാഗിയൽ ഗാംഗ്ലിയോൺ. സുപ്ര എന്ന് പറഞ്ഞാൽ സൂപ്പർ, മുകളിൽ എന്നുള്ള അർത്ഥമാണ്. ഈസോഫാഗസിന് മുകളിലായാണ് ബ്രെയിൻ കാണുന്നത്. അതുകൊണ്ടാണ് സുപ്രാ ഈസോഫാഗിയൽ ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ പ്രത്യേകത ഐയുടെ പ്രത്യേകമാണ്. ദ കോമ്പൗണ്ട് ഐ കൺസിസ്റ്റ് ഓഫ് അബൌട്ട് 2000 ഹെക്സഗണൽ ഒമാറ്റീഡിയ. കോക്രോച്ചിൻ്റെ കോമ്പൗണ്ട് ഐ എന്ന് പറയുന്നത് 2000-ഓളം ഒമാറ്റീഡിയ ചേരുന്നതാണ്. അതിൻ്റെ കോമ്പൗണ്ട് ഐ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഐ ആണ്. ഇപ്പോൾ കുറേ സിമ്പിൾ ഐ ചേരുന്നതാണ്. അതിൽ സിമ്പിൾ ഐയുടെ പേരാണ് ഒമാറ്റീഡിയ. ആ വാക്ക് ഓർത്തിരിക്കുക, ഒമാറ്റീഡിയ. അപ്പം ബ്രെയിനെ സുപ്രാ ഈസോഫാഗിയൽ ഗാംഗ്ലിയോൺ എന്നും അതിൻ്റെ കോമ്പൗണ്ട് ഐയിൽ വരുന്ന സ്മോൾ യൂണിറ്റ്സിനെ ഒമാറ്റീഡിയ എന്നും പറയുന്നു. അതിൻ്റെ എണ്ണം 2000 ആണ്. ആ എണ്ണം ഓർത്തിരിക്കുക. 2000 ഒമാറ്റീഡിയ ആണ് അതിൻ്റെ ഒരു കോമ്പൗണ്ട് ഐയിലുള്ളത്. ഇനിയോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെവറൽ ഒമാറ്റീഡിയ എ കോക്രോച്ച് ക്യാൻ റിസീവ് സെവറൽ ഇമേജസ് ഓൺ ഒബ്ജെക്ട്. ഈ കുറേ ഒമാറ്റീഡിയ അല്ലെങ്കിൽ സിമ്പിൾ ഐ ഉള്ളതുകൊണ്ട് കോക്രോച്ചിന് സെവറൽ ഇമേജ് ആയിരിക്കും കിട്ടുക. ഒരു ഒബ്ജക്റ്റിൻ്റെ പല തരത്തിലുള്ള ഇമേജുകൾ കിട്ടും. ദിസ് കൈൻഡ് ഓഫ് വിഷൻ ഈസ് നോൺ ആസ് മൊസൈക്ക് വിഷൻ. അതിനെ നമ്മൾ മൊസൈക്ക് വിഷൻ എന്നാണ് പറയുന്നത്. വിത്ത് മോർ സെൻസിറ്റിവിറ്റി ബട്ട് ലെസ് റെസൊല്യൂഷൻ. അതിൻ്റെ പ്രത്യേകതയാണ് സെൻസിറ്റിവിറ്റി കൂടുതലാണ്, പക്ഷേ റെസൊല്യൂഷൻ കുറവായിരിക്കും. ബീങ് കോമൺ ഡ്യൂറിങ് നൈറ്റ്, ഹെൻസ് കോൾഡ് നൊക്ടേണൽ വിഷൻ. രാത്രിയിലെ കാഴ്ച കിട്ടുന്ന ജീവികൾക്കെല്ലാം പൊതുവെ ഇങ്ങനെയായിരിക്കും വിഷൻ. അതിനെ നമ്മൾ നൊക്ടേണൽ വിഷൻ എന്നാണ് പറയുക. അതായത് സെൻസിറ്റിവിറ്റി കൂടുതലും റെസൊല്യൂഷൻ കുറവുമായുള്ള ഈ രീതിയിലുള്ള വിഷനെ നമ്മൾ മൊസൈക്ക് വിഷൻ എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ 2 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, കോക്രോച്ചിൻ്റെ ഐയിൽ 2000 ഒമാറ്റീഡിയ ഉണ്ട്. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒമാറ്റീഡിയ കോക്രോച്ച് ക്യാൻ ഗെറ്റ് സെവറൽ ഇമേജസ് ഓഫ് ഒബ്ജെക്ട്. ആ വിഷനെയാണ് നമ്മൾ മൊസൈക്ക് വിഷൻ എന്ന് പറയുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെവറൽ ഒമാറ്റീഡിയ എ കോക്രോച്ച് ക്യാൻ റിസീവ് സെവറൽ ഇമേജസ് ഓഫ് ഒബ്ജെക്ട്. ദിസ് കൈൻഡ് ഓഫ് വിഷൻ ഈസ് നോൺ ആസ് മൊസൈക്ക് വിഷൻ. അതിൻ്റെ പ്രത്യേകതയാണ് ഇറ്റ് ഈസ് മോർ സെൻസിറ്റിവിറ്റി ബട്ട് റെസൊല്യൂഷൻ. ഇത്തരത്തിലുള്ള വിഷനെ, നൈറ്റ് വിഷനെയാണ് നമ്മൾ നൊക്ടേണൽ വിഷൻ എന്ന് പറയുന്നത്. കോക്രോച്ച് ഒരു നൊക്ടേണൽ ജീവിയാണ്, രാത്രിയിലാണ് അത് ആക്റ്റീവ് ആവുന്നത്. അങ്ങനെയുള്ള വിഷനെ നമ്മൾ നൊക്ടേണൽ വിഷൻ എന്നാണ് പറയുക. അപ്പോൾ 2-3 കാര്യങ്ങൾ നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കണം. ഒന്ന്, എന്താണ്, when the head of cockroach is cut off, it can still live for as long as 1 week. Why എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. അതിൻ്റെ കാരണമാണ് നമ്മൾ പറഞ്ഞത്. The head holds a bit of nervous system while the rest are along the ventral part of its body. അതാണ് അതിൻ്റെ കാരണം. ഇനി the brain of cockroach is represented by supra esophageal ganglion. പിന്നെ the compound eye of cockroach consisting of 2000 ommatidia. പിന്നെയോ എന്താണ് മൊസൈക്ക് വിഷൻ എന്ന് ചോദിച്ചാൽ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെവറൽ ഒമാറ്റീഡിയ എ കോക്രോച്ച് ക്യാൻ റിസീവ് several images of an object. This kind of vision is known as mosaic vision, which is usually more active during night. So it is also called nocturnal vision. ഈ mosaic vision തന്നെയാണ് ഇവിടെ nocturnal vision ആയിട്ട് വരുന്നത്. കാരണം nocturnal visionൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് കോക്രോച്ചിൻ്റെ വിഷൻ എന്ന് പറയുന്നത് പൊതുവെ രാത്രിയിലാണ് കൂടുതലായിട്ട് കാണുന്നതാണ്. ഇതാണ് നമ്മൾ നെർവസ് സിസ്റ്റത്തെ കുറിച്ച്. നമുക്ക് ഇതിന് ബാക്കിയുള്ള സിസ്റ്റം, ഇപ്പോൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അതൊന്നും പഠിക്കാനില്ല. നെർവസ് സിസ്റ്റം വരെ പഠിക്കാനുള്ളൂ. 3 ഇതിനകത്ത് നമുക്ക് അനാറ്റമി നമുക്ക് പഠിക്കാൻ പറഞ്ഞിരുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റവും നെർവസ് സിസ്റ്റവും മാത്രമാണ്. ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാവും. ഇത് 2ഉം പരീക്ഷയ്ക്ക് അതുകൊണ്ട് തന്നെ പഠിച്ചാൽ മതി. അപ്പോൾ കോക്രോച്ചിൻ്റെ ഈ സ്ട്രക്ചർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് പരീക്ഷയ്ക്ക് ശരിക്കും പഴയ പരീക്ഷയ്ക്ക് 4 മാർക്കിനാണ് ഇതിനകത്ത് ചോദ്യം ചോദിക്കും. അപ്പോൾ നമ്മൾ 2ാമത്തെ ചാപ്റ്റർ ഞാൻ പറഞ്ഞു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത്. ഇപ്രാവശ്യം നമുക്കറിയാം ഇരട്ടി മാർക്കിൻ്റെ ചോദ്യം ചോദിക്കുന്നത് 8 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ശരിക്കും 8 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉത്തരം എഴുതാൻ കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഇതായിട്ട് അത് എഴുതാം. അതായത് ആദ്യത്തെ ചാപ്റ്ററുകളിൽ നിന്ന് തന്നെ കൂടുതൽ മാർക്കിൻ്റെ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ വിജയിക്കാനുള്ള മാർക്ക് കിട്ടും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, 8 മാർക്ക് ചോദിക്കുമ്പോൾ 8ഉം ചിലപ്പം ഫോക്കസ് പോയിന്റിലുള്ളതായിരിക്കത്തില്ല. ഫോക്കസ് പോയിന്റിന് പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യനും വരാം 8 മാർക്കിൻ്റെ ചോദിക്കുമ്പോൾ. ഫോക്കസ് പോയിന്റിൽ നിന്ന് ഒരു 6 മാർക്ക് ഒക്കെ ഈ ചാപ്റ്ററുകളിൽ നിന്നൊക്കെ ചോദിക്കാം എന്നർത്ഥം. അപ്പോൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിനകത്തുനിന്ന് നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളൊന്ന്, എന്തുകൊണ്ടാണ് കോക്രോച്ചിൻ്റെ ഹെഡ് കട്ട് ചെയ്താലും പിന്നെയും അതിന് ജീവിച്ചിരിക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യം. പിന്നെ കോക്രോച്ചിൻ്റെ ബ്രെയിനിൻ്റെ പേരെന്താണ്, കോക്രോച്ചിൻ്റെ കോമ്പൗണ്ട് ഐയിൽ കാണുന്ന യൂണിറ്റ്സിൻ്റെ പേരെന്താണ്, എന്താണ് മൊസൈക്ക് വിഷൻ, ഇത്രയും കാര്യങ്ങളാണ്. മൊസൈക്ക് വിഷനും ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു. അതിന് മുമ്പത്തെ ഈ 20-21 ആയിട്ട് ചോദിച്ചതാണ് പരീക്ഷയ്ക്ക്.
ഹർട്ടീസ് മൊസൈക്ക് വിഷൻ എന്നൊക്കെ. അതുപോലെ ഈ ഹെഡ് ഓഫ് കോക്രോച്ചസ് കട്ട് ഓഫ് ഇറ്റ് ക്യാൻ ലീവ് ഫോർ മോർ ആസ് ലോങ് ആസ് 1 വീക്ക് എന്നൊക്കെ പറയാം, വൈ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഇതിനകത്തുനിന്ന്. ഡൈജസ്റ്റീവ് സിസ്റ്റവും നെർവസ് സിസ്റ്റവും മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, കോക്രോച്ചിന് പിന്നെ മൗത്ത് പാർട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പഠിച്ച ഭാഗങ്ങൾ കുറച്ചേ ഉള്ളെങ്കിലും അതെല്ലാം പഠിച്ചു വയ്ക്കുക. അതായത് ഈ 3 പാർട്ട്, ഇപ്പോൾ നമ്മൾ മൗത്ത് പാർട്സ്, ഡൈജസ്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം, ഈ 3 ഫോക്കസ് പോയിന്റിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ഭാഗങ്ങൾ. അപ്പോൾ അതിൽ 3ൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യനെങ്കിലും ചോദിക്കുക. നമ്മൾ ഓരോ പാർട്ടും പഠിക്കാനുള്ള ഗുണം ആ പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവറായി കിട്ടും. കാരണം മൊത്തം കൂടെ എന്നാലും ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഇപ്പം ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ എന്തായാലും നമുക്ക് നമ്മുടെ പരമാവധി മാർക്ക് എന്ന് പറഞ്ഞാൽ 3 മാർക്കിൻ്റെയാണ്. അപ്പോൾ ഈ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുമ്പം ആദ്യം നമ്മൾ പറഞ്ഞ ടിഷ്യൂസ് ഈ ചാപ്റ്ററിൽ വരുന്നതാണ്. ടിഷ്യൂസ് പിന്നെ കോക്രോച്ചിൻ്റെ ഇത്. അപ്പം അതിനെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ എന്തായാലും കോക്രോച്ചിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരണം. അപ്പോൾ അത് 3 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഒന്ന് കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ്, മറ്റൊന്ന് കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, മൂന്നാമത് കോക്രോച്ചിൻ്റെ നെർവസ് സിസ്റ്റം. അപ്പോൾ ഈ 3 നിന്നും കൂടെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കണം, ഈ ഭാഗത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അത് മറന്നു പോകാതെ നമ്മൾ പഠിച്ചു വെക്കണം. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊന്ന് പറയുക നിങ്ങൾ. ഇഫ് ദ ഹെഡ് ഓഫ് കോക്രോച്ച് ഇസ് കട്ട് ഓഫ് ഇറ്റ് വിൽ സ്റ്റിൽ ലൈവ് ഫോർ ആസ് ലോങ് ആസ് 1 വീക്ക്. വൈ എന്നതിൻ്റെ ആൻസർ ആർക്ക് പറയാം? ഇഫ് ദ ഹെഡ് ഓഫ് കോക്രോച്ച് ഇസ് കട്ട് ഓഫ് ഇറ്റ് വിൽ സ്റ്റിൽ ലൈവ് ഫോർ ആസ് ലോങ് ആസ് 1 വീക്ക്. വൈ അല്ലെങ്കിൽ ഗിവ് റീസൺ ആർക്ക് പറയാം? പറയൂ ദേവിക, പറഞ്ഞോളൂ. ഓക്കെ ഗുഡ്. ഇനി ആർക്ക് പറയാം? പറയൂ, വേറൊരാൾ പറയൂ. പറഞ്ഞോളൂ ജെന്നിഫർ, പറഞ്ഞോളൂ ജെന്നിഫർ പറയൂ. ജെന്നിഫർ പറയൂ. So if the head of cockroach is cut off, it will still live for as long as 1 week. Okay, good. ഇനി ആർക്ക് പറയാം? Sir. പറഞ്ഞോളൂ തുളസി. The head holds the rest of the system while the rest of along the ventral part of its body. So if the head of a cockroach is cut off, it will still live for as long as 1 week. Okay, good. ഇനി ആർക്ക് പറയാം? പറഞ്ഞോളൂ. ആരാണ് പറയുന്നത്? The head holds a bit of a nervous system while the rest is along the ventral part of its body. So if the head of a cockroach is cut off, it will still live for as long as 1 week. Okay, good. വേറെ ആരാൾ പറയാൻ തുടങ്ങി? ഞാൻ കണ്ടില്ല. ആരായിരുന്നു? പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അമൽ പറഞ്ഞോളൂ. The head holds a bit of a nervous system while the rest is along the ventral part of its body. So the head of cockroach is cut off, it will still live for 1 week. Okay, good അമൽ. ഇനി ആർക്ക് പറയാം? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, വേഗം പറയും. പറഞ്ഞോളൂ നവ്യ, പറഞ്ഞോളൂ. The head holds a bit of nervous system while the rest is along the ventral part of its body. So if the head of a cockroach is cut off, it will still alive for a long as 1 week. Okay, good. ഇനി ആർക്ക് പറയാം? പറഞ്ഞോളൂ. The head holds a bit of nervous system while the rest is along the ventral part of its body. So if the head of a cockroach is cut off, it will still live for as long as 1 week. Okay, good answer. ഇനി ആരാ? പറയൂ. കാർത്തിക് ഇല്ലേ? കാർത്തിക്
കാർത്തിക്. കാർത്തിക്കില്ലേ? ഓക്കെ, വേറെ ആൾ പറയും. അനിറ്റ. അനിറ്റ ആ പറയൂ അനിറ്റ. The head holds the central nervous system, while the rest is along the ventral part of its body. So it will still alive for as long as 1 week. Okay, good, Anita. Aparna. Aparna ഇല്ലേ? അപർണ. പറഞ്ഞില്ല. അലീന. അലീന ജോർജ്. പറയൂ. The head holds a bit of a nervous system, while the rest is situated along the ventral part of its body. So if the head of a cockroach is cut, it will still live for a long 1 week. Okay, good. അലീന ജിമ്മിച്ചൻ. അലീന ജിമ്മിച്ചൻ ഇല്ലേ? പറയൂ. The head holds a bit of nervous system, while the rest is along the ventral part of the body. So if the head is cut off, it will live for long as 1 week. Okay. അമ്ന. അമ്നയില്ലേ? അമ്ന ഇർഫാൻ. പറയൂ. പറഞ്ഞോളൂ. പറയൂ. അമ്ന പറയൂ, ആൻസർ പറയൂ. അനന്യ. പറയൂ. The head holds a bit of a nervous system, while the rest is along the ventral part of its body. So if the head of a cockroach is cut off, it will be live for as a long 1 week. 1 week. Okay, good. ഇനി എന്താണ് വാട്ട് ഈസ് ദ പറഞ്ഞോ. പറയുന്നുണ്ടോ? പറഞ്ഞോളൂ. The head holds a bit of a nervous system, while the rest is along the ventral part of its body. So if the head of a cockroach is cut off, it will still live for as long as 1 week. Okay, good. ആൻസിയ. ആൻസിയില്ലേ? ഓക്കെ, എന്താണ് ദ ബ്രെയിൻ ഓഫ് കോക്രോച്ച്? അതെന്താ പറയാ? അർച്ചന. കേൾക്കുന്നില്ലല്ലോ. പറഞ്ഞോളൂ. പറഞ്ഞു. പറയൂ. Supraesophageal ganglion. supraesophageal ganglion. Okay. What is mosaic vision? ദേവപ്രിയ. പറയൂ, എന്താണ് mosaic vision? With the help of several omatodia, a cockroach can receive several images of an object, and this kind of vision is known as mosaic vision. Okay, good. ദേവിക. പറയൂ. A cockroach can receive several images of an object. This kind of vision is known as mosaic vision. Okay. ജോസ്മി. പറയൂ. With the help of several omatodia,
കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ പറയൂ. With the help of several ommatidia, a cockroach can receive several images of an object. This kind of vision is known as mosaic vision. Okay. സംഗീത. സംഗീത അൽഫോൺസ് ഇല്ലേ? പറയൂ സംഗീത. ശ്രേയ. ഒരാൾ പറയൂ. ശ്രേയ കുര്യാക്കോസ്. പറയൂ. ഒരാൾ പറയും. ഒരാൾ പറയും. ഓരോരുത്തരായിട്ട് പറയും. പറഞ്ഞോളൂ. Due to the presence of several ommatidia, a cockroach can receive several images of an object, and this type of vision is called a mosaic vision. Okay. Nisraya Jones. With the help of several ommatidia, cockroach can receive several images of an object, and this kind of vision is known as mosaic vision. Okay. Shreya Suresh. പറഞ്ഞു. Shreya Suresh പറയും. ഇല്ലേ? ശ്രേയ സുരേഷ് ഇപ്പൊ കണ്ടല്ലോ, പോയോ? പറയൂ. പറയൂ. With the help of several ommatidia, a cockroach can receive several images of an object. This kind of vision is known as mosaic vision. ഓക്കെ, ഗുഡ്. അപ്പൊ നമുക്ക് പിന്നെ ഇപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ.